ലോക ചാമ്പ്യന്മാരെങ്കിൽ 2020-ൽ തങ്ങളാണ് അജയ്യർ എന്ന് ഒരിക്കൽ കൂടി സ്ഥാപിക്കുന്നതായിരുന്നു ശനിയാഴ്ച രാത്രി ബ്രാബോൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യ കാഴ്ചവെച്ച പ്രകടനം. തുടക്കത്തിൽ തന്നെ വീരേന്ദർ സെവാഗിനെ നഷ്ടപ്പെട്ടിട്ടും ഗൌതം ഗംഭീർ ഉറച്ചുനിന്ന് പൊരുതിയതായിരുന്നു ഇന്ത്യയുടെ ജയത്തിന് വഴിയൊരുക്കിയത്. 52 പന്തിൽ 63 റൺസെടുത്ത ഗംഭീർ തികവുറ്റ ഷോട്ടുകളാണ് ഇന്നലെ കാഴ്ചവെച്ചത്. Gautam Gambhir coming down the track first and then play. Brad Hockey कमी खलेगी रिकी पॉन्टिंग को आज विकेट में थोड़ा सा स्पिन जरूर है और अर्धशतक पूरा किया गौतम गंभीर ने. എന്നാൽ തെല്ലും ഭയക്കാതെ ബാറ്റ് വീശിയ റോബിൻ ഉത്തപ്പയാണ് കളിയിൽ ജയിക്കാമെന്ന ആത്മവിശ്വാസം ടീമിന് പകർന്നത്. ഉത്തപ്പയുടെ ഇംപ്രവൈസ്ഡ് ഷോട്ടുകളായിരുന്നു ബ്രാബോൺ സ്റ്റേഡിയത്തിൽ ഇന്നലെ കാണികളെ ആഹ്ലാദിപ്പിച്ച ഒരു പ്രധാന കാര്യം. 35 റൺസെടുത്ത് പുറത്തായ ഉത്തപ്പയുടെ തുടർച്ചയായിരുന്നു യുവരാജ് സ്വതസിദ്ധമായ ശൈലിയിൽ നേടിയ 31 റൺസ്. അപൂർവമായിട്ടാണെങ്കിലും ഓസ്ട്രേലിയൻ ബോളർമാർ നിരായുധരായിപ്പോയ മത്സരം കൂടിയായിരുന്നു ഇത്. ഒടുവിൽ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി നേടിയ സിക്സറിലൂടെ പോണ്ടിങ്ങിന്റെ പടയെ തോൽപ്പിച്ചപ്പോൾ അത് 2020 ലോകകപ്പിന്റെ സെമിഫൈനലിന്റെ ആവർത്തനമായി. നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഓസ്ട്രേലിയ നന്നായി തുടങ്ങിയെങ്കിലും സ്പിന്നർമാരായ ഹർഭജൻ സിംഗും മുരളി കാർത്തികും മധ്യ ഓവറുകളിൽ ഓസ്ട്രേലിയ വരിഞ്ഞുകെട്ടി. RP സിംഗിന്റെയും ശ്രീശാന്തിന്റെയും ധാരാളിത്തത്തിന് പരിഹാരം കണ്ടെത്തിയത് സ്പിന്നർമാരുടെ കൃത്യതയായിരുന്നു. 76 റൺസ് നേടിയ ക്യാപ്റ്റൻ റിക്കി പോണ്ടിങ്ങിന്റെ സ്ഥിരതയാർന്ന പ്രകടനമായിരുന്നു ഓസ്ട്രേലിയയെ 5 വിക്കറ്റിന് 166 റൺസ് എന്ന സ്കോറിലെത്തിച്ചത്. ഗൌതം ഗംഭീറാണ് മാൻ ഓഫ് ദി മാച്ച്. You can drive this beauty now from Mumbai to Pune. Very true, yeah. സ്പോർട്സ് ഡെസ്ക്, മനോരമ ന്യൂസ്.